ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു കോയിൻഫോർജ്. കോയിൻഫോർജ് എന്ന പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എംപവർ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ട്രെയിലർ ഔട്ട് ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫീഡ്ബാക്കുകൾ കിട്ടിയതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് എല്ലാവരും ഈ പോഡ്കാസ്റ്റിൻ്റെ ആ ഒരു ട്രെയിലർ കണ്ട എല്ലാവരും തന്നെ, ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ പോലെ എല്ലാവരും തന്നെ വളരെ ക്യൂരിയസ് ആയിട്ടാണ് ആ ഒരു ട്രെയിലർ കണ്ടിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് സംതിങ് ഇസ് ദർ ജെന്യൂൻ ആൻഡ് സീരിയസ് ഇൻ കോയിൻഫോർജ്, ആ ഒരു രീതിയിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും അത്തരത്തിൽ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചിന്ത പലരുടെയും ഉള്ളിലേക്ക്, അല്ലെങ്കിൽ മെജോറിറ്റി ആ ഒരു വീഡിയോ കണ്ട മെജോറിറ്റി ആളുകളുടെയും ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിലും, ഒരു ജെന്യൂൻ ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള എന്തോ സംതിങ് സ്പെഷ്യൽ കോയിൻഫോർജിലുണ്ട് എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ പോലും അതോടൊപ്പം വരുന്ന കുറച്ച് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ്, നമ്മൾ ഇത്രയും വർഷം ഇത്രയും കാലം ഒരു ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ഒരുപാട് സ്കാമുകൾ നടന്നിട്ടൊരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ഡൗട്ടുകൾ കോയിൻഫോർജിൻ്റെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രസ്റ്റിൻ്റെ പേരിൽ എത്രത്തോളം ട്രസ്റ്റബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് സംശയങ്ങളായിട്ടും ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് ചോദിച്ചിരുന്നത് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ അവരോടൊക്കെയാണ് ഈ ഒരു ഇൻട്രാക്ഷൻ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു റിവ്യൂ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം. ഞാൻ പേഴ്സണലി സംസാരിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞൊരു കാര്യം, കോയിൻഫോർജ് ഒരു 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഏതെല്ലാം സോഴ്സിലൂടെ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ ആ സോഴ്സുകളെല്ലാം ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കോയിൻഫോർജിൻ്റെ പ്രൊജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്മാർട്ട് കോൺട്രാക്റ്റുകളും ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സോഴ്സ് ഉപയോഗിച്ച് അത് വെരിഫൈ ചെയ്യാം. അത് 100% ഡീസെൻട്രലൈസ്ഡ് ആണോ, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകുന്നതിനിടയിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്ത് അതിലെന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി, അത് ഇടയിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു 100% ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്റ്റ് അല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്മാർട്ട് കോൺട്രാക്റ്റ് അല്ല എന്നുള്ളൊരു എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് എനിക്ക് കൂടി പാസ് ചെയ്യുക. സോ അത് എന്നെ കൂടി ഒരു സേഫ് സോണിലേക്ക്, എന്നെ കൂടി രക്ഷപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കും. കാരണം ഞാനിത് നല്ല രീതിയിൽ കോയിൻഫോർജിൽ എന്ന പ്രൊജക്റ്റ് ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അതല്ല, നിങ്ങൾക്കത് ജെന്യൂൻ പ്രൊജക്റ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ഡൗട്ട്, ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ ബെനിഫിറ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു റെഫറൽ സിസ്റ്റം ഉപയോഗിക്കണം എന്നുള്ളതാണ്. പലർക്കും ഓപ്പർച്യൂണിറ്റി ആവശ്യമുണ്ട്, ഓപ്പർച്യൂണിറ്റി അവർ എന്താണ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ മറ്റൊരു വ്യക്തിയിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് പലർക്കും പേടിയാണ്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപാട് സ്കാമുകൾ നമുക്ക് ഇതിനു മുൻപ് മാർക്കറ്റിൽ വന്നു പോയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അതല്ലാതെ ഞാൻ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ റെഫർ ചെയ്യാൻ മടിക്കുന്നത്, നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി മറ്റൊരു വ്യക്തിയിലേക്ക് റെഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? ഒരിക്കലും അല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു അഡീഷണൽ ഇൻകം ആണ്, ഒരു എക്സ്ട്രാ ഇൻകം ആണ്. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ വേഗത്തിൽ നേടിയെടുക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ഉദ്ദേശവും ആഗ്രഹവും എല്ലാം അത് തന്നെയാണ്. പക്ഷേ പല തരത്തിലുള്ള പേടികൾ നമ്മളുള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു റെഫറൽ സിസ്റ്റത്തിലേക്ക് പലരും കടക്കാൻ മടിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ടുമല്ല. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ സുഹൃത്തിന് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള മടിയല്ല. പകരം നാളെ ഞാൻ റെഫർ ചെയ്ത് കൊടുത്ത പ്രൊജക്റ്റിലൂടെ ആ വ്യക്തിക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കുമോ, അതിന് ഞാനൊരു കാരണക്കാരനാവോ എന്നുള്ളതൊക്കെയാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴും അത് റെഫർ ചെയ്യാനുള്ളൊരു മടിയായിട്ട് അവിടെ വരുന്നത്. കോയിൻഫോർജുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സംവിധാനം നിന്നു പോകില്ല, മുന്നോട്ട് പോകുന്നതിനിടെ നിന്നു പോകില്ല. വളരെ വലിയ സപ്പോർട്ടീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് എംപവർ എന്ന് പറയുന്നത്, ഈ ഒരു കോയിൻഫോർജ് ലീഡ് ചെയ്യുന്നൊരു ഓർഗനൈസേഷൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് ഒരു 100% ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡെപ്തിൽ നോക്കുകയാണെങ്കിൽ വളരെ മൂല്യമുള്ള, അല്ലെങ്കിൽ വളരെ നല്ല വിഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു.
നിങ്ങൾക്കത് 100% വിശ്വാസം വന്നതിന് ശേഷം, ട്രസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ബിൽഡായതിനു ശേഷം നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് ഏറ്റെടുക്കാം. ഞാൻ വീണ്ടും പറയുന്ന ഒരു 100% കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കയറി വരുന്നത്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരുന്നത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. അത് നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ടുള്ള ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് സഹായകരമാകുമെന്ന് 100% ഉറപ്പാണ്. അതേ ഓപ്പർച്യൂണിറ്റി, ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബന്ധുവിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ രക്ഷപ്പെടുന്നതിനോടൊപ്പം, നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരുന്നതിനോടൊപ്പം നിങ്ങളുടെ സർക്കിളിൽ നിങ്ങൾ വളർന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, യു ആർ ദ ഫൈനസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റി ഇൻ ദ വേൾഡ്. കാരണം നമുക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അത് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെങ്കിലും സാമ്പത്തികമായിട്ട് ഉയർത്തണം അല്ലെങ്കിൽ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന പേരിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. വൺസ് അഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ തയ്യാറായിട്ട് നിങ്ങൾക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക്, വീണ്ടും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം അതാണ്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക്, നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, എംപവർ വെൽക്കംസ് യു. എംപവർ അക്കാദമി വെൽക്കംസ് യു ദ സ്റ്റേറ്റ് ഓഫ് അബണ്ടൻസ്. ഐ റിപ്പീറ്റ്, എംപവർ അക്കാദമി വെൽക്കംസ് യു ടു ദ സ്റ്റേറ്റ് ഓഫ് അബണ്ടൻസ്. സോ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും, ഈ ഒരു പ്രൊജക്റ്റ് കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്ന എല്ലാവർക്കും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടൊരു കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്നിൽ നിന്നല്ല, നിങ്ങൾക്ക് വേറെ വ്യക്തികളിൽ നിന്നും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ ഡൗട്ടുകൾക്കും ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി വരുത്തുക. കോയിൻ ഫോർജ് എന്ന പ്രൊജക്റ്റിലൂടെ നിങ്ങൾ എന്തെല്ലാം നേടാൻ പോകുന്നു എന്നുള്ളത് വളരെ ഉറപ്പോട് കൂടിയിട്ട് മനസ്സിൽ കാണുക. സോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഒരുമിച്ച് വരാൻ പോകുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വലിയ ഒരു അബണ്ടൻസിലേക്ക് കടക്കാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള എൻ്റെ നമ്പറിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരിൽ നിന്നാണോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തിയുമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുക. അതേപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, നമുക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു സെക്കൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് പോയത് തന്നെയാണ്. അതൊരിക്കലും തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇത് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു.